നമസ്തേ. ആർഷവിദ്യാ സമാജത്തിൻ്റെയും വിജ്ഞാനഭാരതി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുരാതനവും നവീനവുമായ എല്ലാ വിജ്ഞാനങ്ങളുടെയും പഠന പരിശീലന ഗവേഷണങ്ങൾക്കായി സ്ഥാപിക്കുന്ന വിശ്വവിദ്യാ മന്ദിരമാണ് വിസർഫ്. പ്രാചീന വിദ്യകളും ആധുനിക വിജ്ഞാനങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ലോകത്തിലെ എല്ലാ പ്രമുഖ ഭാഷകളിലും നേരിട്ടും ഓൺലൈനായും പഠിക്കാൻ കഴിയുന്ന ലാംഗ്വേജ് ലാബ് അടക്കമുള്ള അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയ വിദേശികളും സ്വദേശികളുമടക്കമുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ജിജ്ഞാസുക്കൾക്കും താമസ, ഭക്ഷണ, പഠന, ഗവേഷണ സജ്ജീകരണങ്ങളുള്ള ഗവേഷണ കേന്ദ്രമാണ് വിഭാവനം ചെയ്യുന്നത്. പരമേശ്വരൻ, ഗുരുപരമ്പരകൾ, അവതാരങ്ങൾ, സനാതനധർമ്മം, സംസ്കൃതി, വിജ്ഞാനങ്ങൾ, രാഷ്ട്രം, ലോകം എന്നിവയോടുള്ള യഥാർത്ഥ സേവനം നിർവഹിക്കുന്ന സത്യയുഗ നിർമ്മാണ ദൗത്യമാണ് വിസർഫ് ധർമ്മപ്രചാരക പദ്ധതി എന്നീ കർമ്മ പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. മറ്റു പഠന ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും വിസർഫിനുള്ള സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. വിസർഫിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ധർമ്മപ്രചാരക പരിശീലന കേന്ദ്രം അഥവാ ഹിന്ദു മിഷണറി പരിശീലന കേന്ദ്രം. സനാതനധർമ്മം, സംസ്കൃതി, ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രം തുടങ്ങിയവയ്ക്കെതിരായ ചോദ്യങ്ങൾ, വിമർശനങ്ങൾ, സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ, ദുഷ്പ്രചാരണങ്ങൾ എന്നിവയ്ക്കൊക്കെ കൃത്യമായ ഉത്തരം നൽകി ജനങ്ങൾക്ക് മാർഗദർശകരാകുന്ന പ്രഭാഷകർ, അധ്യാപകർ, പരിശീലകർ, സംവാദകർ, കൗൺസിലർമാർ, ഗവേഷകർ, എഴുത്തുകാർ, സനാതനധർമ്മശാസ്ത്രത്തെ ഇന്നും നിലനിർത്താൻ പറ്റിയ ആചാര്യന്മാർ തുടങ്ങിയവരെ യഥാർത്ഥ സനാതനധർമ്മ പ്രചാരകരെ വാർത്തെടുക്കുന്ന പരിശീലന കേന്ദ്രമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ജനങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന ശത്രുക്കൾ, വെല്ലുവിളികൾ എന്നിവയെ മനസ്സിലാക്കി സമൂഹത്തിന്റെ അടിത്തട്ടിലെത്തി അവ പരിഹരിക്കാൻ കഴിവുള്ള സംയോജകരെയും വിദ്യാഭ്യാസ സേവന കോർഡിനേറ്റർമാരെയും പരിശീലിപ്പിക്കുന്ന കേന്ദ്രം കൂടിയായിരിക്കും ഇത്. കാലഘട്ടം ആവശ്യപ്പെടുന്ന ഉജ്ജ്വലമായ സേവന, സംരക്ഷണ, ശാക്തീകരണ പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ കരുത്തുള്ള സംഘടനാ പ്രവർത്തകരെ വാർത്തെടുക്കുന്ന ധർമ്മപ്രചാരക പരിശീലന കേന്ദ്രം ഹൈന്ദവ സമാജത്തിന് ഒരു മുതൽക്കൂട്ടാകും എന്ന് തീർച്ച. വിസർഫിന്റെ മറ്റൊരു പ്രധാന വിഭാഗമാണ് ഗവേഷണ കേന്ദ്രം. ഇതിൽ ശാസ്ത്രീയ ഗവേഷണം, അതുപോലെ മാതൃസംഘടനയായ ആർഷവിദ്യാ സമാജത്തിന്റെ വിവിധ കോഴ്സുകളുടെ പാഠ്യപദ്ധതികൾ തയ്യാറാക്കൽ എന്നിവ നടക്കും. പ്രാചീനവും ആധുനികവുമായ വിജ്ഞാനങ്ങളുടെ പുനർനിർമ്മാണമാണ് ഗവേഷണത്തിലൂടെ സാധ്യമാവുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ ആശയങ്ങൾ നീക്കി ആധുനിക ജനതയ്ക്ക് പ്രയോജനപ്രദമായ രീതിയിൽ അവയെ പരിഷ്കരിക്കുന്ന ഗവേഷണ പ്രവർത്തനവും ഈ വിശ്വവിദ്യാ മന്ദിരത്തിൽ സംഘടിപ്പിക്കുന്നു. ഇതോടനുബന്ധിച്ചുള്ള അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ വിസർഫിന് കീഴിൽ പല സ്ഥലങ്ങളിലായി സ്ഥാപിക്കുന്ന വിജ്ഞാനഭാരതി വിദ്യാകേന്ദ്രങ്ങൾ, വിജ്ഞാനഭാരതി ലേണിംഗ് സെന്ററുകൾ, സാധനാശക്തി കേന്ദ്രം എന്നിവയിലെ അധ്യാപകരെയും പരിശീലകരെയും പുരോഹിതന്മാരെയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. വിജ്ഞാന വ്യാപനത്തിന് പുറമെ ഈ മേഖലകളിൽ നിരവധി പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതിക്കുണ്ട്. ഇതോടെ ജനതയുടെ ശാക്തീകരണ പ്രക്രിയയിലും വിസർഫിന് സുപ്രധാന പങ്കു വഹിക്കുവാൻ കഴിയും. അതുപോലെ സ്വദേശികളും വിദേശികളുമായ ജിജ്ഞാസുക്കൾക്ക് വിവിധ ഭാഷകളിൽ താമസ, ഭക്ഷണ സൗകര്യത്തോടെ പഠിക്കാൻ കഴിയുന്ന ഒരു പഠന കേന്ദ്രവും വിസർഫിന്റെ ഈ ആസ്ഥാന മന്ദിരത്തിലുണ്ടായിരിക്കും. ഓൺലൈൻ, ഓഫ്ലൈൻ കോഴ്സുകൾ, LMS, ആപ്പ്, കറസ്പോണ്ടൻസ് കോഴ്സുകൾ എന്നിവയോടൊപ്പം ലെസൺസ്, നോട്ട്സ് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ മന്ദിരത്തിൽ ഒരു അഭയകേന്ദ്രം കൂടി തയ്യാറാക്കുന്നുണ്ട്. ഒരു പുരുഷായുസാകെ സമൂഹ സേവനത്തിന് ചെലവഴിക്കുകയും വാർദ്ധക്യകാലത്ത് നിരാലംബരാകുകയും ചെയ്യുന്ന ഹിന്ദു സംഘടനാ പ്രവർത്തകരും സന്യാസിമാരും സജ്ജനങ്ങളും നിരവധിയാണ്. ഈ മഹാത്മാക്കളോടുള്ള ഋണം, അതായത് കടം വീട്ടേണ്ടതുണ്ട്. ഈ കർത്തവ്യം പൂർത്തീകരിച്ച് സംരക്ഷിക്കുന്ന അഭയകേന്ദ്രവും ഇതോടൊപ്പം ഉണ്ടാക്കും. കൂടാതെ ഒരു അന്താരാഷ്ട്ര സാംസ്കാരിക മ്യൂസിയവും ഇതോടൊപ്പം നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഭാരതത്തിന്റെ മഹത്തായ ആധ്യാത്മിക പാരമ്പര്യം, ദാർശനിക പാരമ്പര്യം, ഭാരതത്തിന്റെ വളച്ചൊടിക്കപ്പെടാത്ത സ്വാതന്ത്ര്യ സമര നവോത്ഥാന ചരിത്രം, കലാ, സാഹിത്യ, ഭാഷാശാസ്ത്ര രംഗങ്ങളിലുള്ള ഭാരതത്തിന്റെ സംഭാവനകൾ, ഇതര രാജ്യങ്ങളിലുള്ള ഭാരത സ്വാധീനം തുടങ്ങിയവ വിശദീകരിക്കുന്ന സാംസ്കാരിക മ്യൂസിയങ്ങൾ ഭാവിയിൽ വിസർഫിന് അനുബന്ധമായി ആരംഭിക്കുവാൻ പദ്ധതിയുണ്ട്. വിസർഫ് കൗൺസിലിംഗ് കേന്ദ്രങ്ങളുടെ ആസ്ഥാനമായിട്ടും പ്രവർത്തിക്കുന്നതായിരിക്കും.
സ്പിരിച്വൽ ഐഡിയോളജിക്കൽ കൗൺസിലിംഗ് സെന്റർ അഥവാ ആധ്യാത്മിക ദാർശനിക മാർഗദർശക കേന്ദ്രം. ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ശരിയായി വിലയിരുത്തുമ്പോൾ അത് ഭൂരിഭാഗവും ആശയതലത്തിലാണെന്ന് മനസ്സിലാകും. മനുഷ്യനെ മൃഗതുല്യനായി, ചിലപ്പോൾ അതിനേക്കാൾ അധഃപതനത്തിലേക്ക് കൊണ്ടുപോകുന്ന പൈശാചിക ചിന്താധാരകൾ സമൂഹത്തിൽ പ്രബലമാണ്. ഇന്നത്തെ തലമുറയെപ്പോലും സ്വാധീനിച്ച് അവരെ ഭീകരവാദ തീവ്രവാദ പാളയത്തിലേക്കും രാഷ്ട്രവിരുദ്ധ മാനവവിരുദ്ധ മനസ്ഥിതിയിലേക്കും എത്തിക്കുന്ന അപകടകരമായ ആശയങ്ങളെ എതിരിടാതെ ഇത്ര വലിയ സന്നാഹങ്ങളുള്ള ഭീകരവാദ ശക്തികളെ അമർച്ച ചെയ്യാനാവില്ല. പലതരത്തിലുള്ള ബ്രെയിൻ വാഷിങ്ങുകൾക്കിരയാകുന്നവരെ നേർവഴിയിലെത്തിക്കാൻ മാർഗദർശനം നൽകുന്ന ആധ്യാത്മിക ബൗദ്ധിക മാനസിക കൗൺസിലിംഗ് കേന്ദ്രം കൂടിയാണിത്. ഡി റാഡിക്കലൈസേഷൻ, ആന്റി ഇൻഡോക്ട്രിനേഷൻ, ഡി ബ്രെയിൻ വാഷിംഗ് എന്നിവയിലൂടെ വ്യക്തിയെ മാത്രമല്ല കുടുംബം, സമൂഹം, രാഷ്ട്രം, ലോകം എന്നിവയെ രക്ഷിക്കുന്ന ഇത്തരമൊരു കേന്ദ്രം ഇന്ന് ലോകത്തിലില്ല എന്നും ഓർക്കുക. രാജ്യമാകെ സംഘടിപ്പിക്കാൻ പോകുന്ന സ്പിരിച്വൽ ആൻഡ് ഐഡിയോളജിക്കൽ കേന്ദ്രങ്ങളുടെ ആസ്ഥാനമായിരിക്കും വിസർഫ്. നന്ദി, നമസ്കാരം.